കാരണം അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഓക്കെ, അപ്പോൾ ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ച് ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ വിൽ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എൻ്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട്. നീനാക്കുറുപ്പേ മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെക്കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരുക്കി ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നടക്കുന്ന വലിയൊരു വിവാദമാണ് നമ്മുടെ ലക്ഷ്മിപ്രിയ, അതുപോലെ തന്നെ ടിനി ടോം, അൻസിബയും ടിനി ടോമുമാണ് ആ വിഷയം. എന്നാൽ ഇതിന്റെ ഇടയിൽ ഇപ്പോൾ ലക്ഷ്മിപ്രിയ ചാടിക്കയറി വന്നിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ അറിയാലോ, ബിഗ് ബോസിലെ മിന്നും താരമായിരുന്നു. ബിഗ് ബോസ് സീസൺ ഞാൻ ഇത്രയും കാലം കണ്ടതിൽ ഈ എവിക്ഷൻ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ചിരിച്ചു മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എവിക്ഷൻ ആയിരുന്നു. ബിഗ് ബോസിൽ ബുള്ളറ്റിൽ കൊണ്ടുപോകായിരുന്നു. പൊട്ടടാവേ ചിരിച്ചിരിച്ച് അത്തേര് കൈ കിടക്കൂല. അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. അതൊന്നും പറഞ്ഞ് സമയം കളയാൻ സമയമില്ല. ഇപ്പോൾ ടിനി ടോമിൻ്റെ സൈഡ് പിടിച്ച് ലക്ഷ്മിപ്രിയ വന്നിട്ടുണ്ട്. അവരെയൊക്കെ മറ്റേ തറപ്പറ്റിക്കാനും എടുത്തടിക്കാനും ഒക്കെ ഉള്ള നിഘണ്ടുകളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ മറ്റേ സ്റ്റേഷനിൽ അൻസിബയ്ക്കെതിരെ കേസ് കൊടുത്തത് നമ്മുടെ ലക്ഷ്മിപ്രിയയാണെന്ന് ലക്ഷ്മിപ്രിയനെ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കാണേണ്ട വീഡിയോ ലക്ഷ്മിപ്രിയ മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ബൈറ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ആദ്യം അതൊന്ന് കാണും. എന്നിട്ട് ലക്ഷ്മിപ്രിയയുടെ പൂര തെറിവിളിയും ശാപവാക്കുകൾ. ഈ ശാപവാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതൊന്നുമില്ല. അത് നമ്മുടെ നീനാക്കുറുപ്പിനെ മുന്നേ ശപിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ കേൾക്കാം. അതിനു മുന്നേ മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ബൈറ്റ് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ഈ ലക്ഷ്മിപ്രിയ, ടിനി ടോം, അങ്ങനെ ഇനി അടുത്ത ടാർഗറ്റ് ആരാണ് എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവർ എല്ലാവരും മോശക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഉണ്ണി ശിവപാൽ പോലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബലിയാടാക്കപ്പെട്ടത് തന്നെയാണ്. ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. ഇത് കേരള സമൂഹം ഉറ്റുനോക്കുന്നത് എന്ന് വെച്ചാൽ വളരെ മഹാന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താ പറയാ, ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ കാട്ടിലും, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോലെ, ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ പോലെയുള്ള അത്രയും മീഡിയ അറ്റൻഷൻ ഉള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടായിരിക്കും ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇത്രയധികം മീഡിയ അറ്റൻഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുള്ള ഒരു സംഘടനയല്ല. ഇത് സിനിമയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അത് നടീനടന്മാരുടെ വെൽഫെയറിന് വേണ്ടി മാത്രം ഉള്ള ഒരു സംഘടനയാണ്. പക്ഷേ ആ സംഘടനയുടെ വാർത്തകൾ ജനം ഉറ്റുനോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ആൾക്കാർ ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അവിടെ ഞങ്ങൾ മറ്റേ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അറിയാതെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഇവർ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് ഒതുക്കുക എന്ന് പറയുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതായത് എനിക്ക് തോന്നുന്നു മെയ് 16 മറ്റായിരുന്നു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതിനുശേഷം ഒരു മാസത്തേക്ക് എനിക്ക് വിലക്കാണ്. അത് നിങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എനിക്ക് അമ്മയുടെ ഓഫീസിലേക്ക് ഇപ്പോൾ ഐ കെയർ ഇതൊക്കെ നടക്കുകയാണ് ഞങ്ങളുടെ ഓഫീസിൽ. എനിക്ക് പോകാനായിട്ട് നിവൃത്തിയില്ല. കാരണം ഒരു മാസത്തേക്ക് നീനാക്കുറുപ്പിനെ പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്ക് പരമേശ്വരൻ എനിക്ക് വിലക്ക് തന്നിരിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും ഞങ്ങൾ മീഡിയയുടെ മുന്നിൽ ഞങ്ങൾ സ്പോക്ക് പേഴ്സൺസ് അല്ലാത്തത് ഞങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദമില്ലാത്തത് സംസാരിച്ചുകൂടാ. പക്ഷേ നമ്മളെ വ്യക്തിപരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു അധോലോക പ്രസ്ഥാനം പോലെയാണ് ഞങ്ങളുടെ ഓഫീസിനെ സെക്രട്ടറിയും പരിവാരങ്ങളും കൂടെ ചേർന്ന് ആക്കിയിരിക്കുന്നത്. 21 ക്യാമറകളാണ് വിത്ത് ഓഡിയോ റെക്കോർഡിംഗ്. നിങ്ങളൊക്കെ ഓരോ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? നിങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ ഇങ്ങനെയാണോ? ഞങ്ങൾക്ക് അവിടെ പോയി അംഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഞങ്ങൾ പറയുന്നത് ഈ സെക്രട്ടറിയും എന്താ പറയാ അതുപോലെയുള്ള ആൾക്കാർ പല ഭാഗങ്ങളിൽ ഇരുന്ന് കാണുകയാണ്. പ്രസിഡന്റ് ആക്സസ് വാങ്ങിച്ചിട്ടില്ല, പ്രസിഡന്റിനെ അറിയിക്കുന്നില്ല, ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നില്ല. പിന്നെ ഫസ്റ്റ് എനിക്കെതിരെ ഇവർക്ക് പ്രശ്നം വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് കുക്കു പരമേശ്വരൻ എന്ന ഞങ്ങളുടെ ഇപ്പോഴത്തെ സെക്രട്ടറി മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഇലക്ഷൻ സ്റ്റണ്ടാണ്, അത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അതേ ആൾക്കാർ തന്നെ ഈ മെമ്മറി കാർഡ് KPSC ലളിത ചേച്ചിയുടെ കയ്യിലാണെന്നും അത് പിന്നെ മരിച്ചു പോയതുകൊണ്ട് ലളിതാമ്മയുടെ എന്നത് വാങ്ങിക്കാൻ തരമില്ല എന്ന രീതിയിൽ മെമ്മറി കാർഡിന് കമ്മീഷനെ വെച്ചിട്ട് അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണ കമ്മീഷൻ ഉണ്ടാവാനായിട്ട് കാരണക്കാരി ഞാനാണ്. കാരണം ഞാൻ അന്ന് ഈ സംഭവം ഉണ്ട് എന്ന് എനിക്ക് 100% അറിയാം. ഇത് ബാബുരാജിനെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ സ്റ്റണ്ട് അല്ല എന്ന് 100% എനിക്കറിയാം. കാരണം അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തി ഞാനാണ്. അതുകൊണ്ട് ഫസ്റ്റ് കമ്മിറ്റിയിൽ ഈസിയിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ മെമ്മറി കാർഡ് ഇഷ്യൂ എന്ന് പറയുന്നത് ശ്രീമതി കുക്കു പരമേശ്വരൻ പറയുന്നത് പോലെ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അല്ല, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അത് കണ്ടുപിടിക്കണം, അതിനായിട്ട് മെമ്മറി കാർഡ് കമ്മീഷനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ വ്യക്തി ഞാനായതുകൊണ്ട് അന്ന് തൊട്ട് ഞാൻ ടാർഗറ്റഡ് ആണ്. എന്റെ പേരിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ഞാനൊരു വളരെ പ്രശ്നക്കാരിയും വളരെ മോശക്കാരിയായിരുന്നു. എന്തുകൊണ്ടോ എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് ഒരു വരുത്തി തീർത്ത നല്ല കുട്ടി ഇമേജിലൊന്നും ഇരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ മുഖത്ത് നോക്കി ഇനിയും പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് പറയുകയും എഴുതാനുള്ളത് വളരെ സധൈര്യം എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
അപ്പോൾ പക്ഷേ എനിക്ക് ഇത്രയും നാൾ സംസാരിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും മാധ്യമ വിലക്കാരനോട് സംസാരിക്കാൻ പറ്റാത്തത് സംസാരിച്ചില്ല. പക്ഷേ ഇന്നത്തെ ഞാൻ പ്രത്യേക സ്പെഷ്യൽ റിക്വസ്റ്റ് എടുത്തിട്ടാണ്. കാരണം ഈ പോക്ക് അത്ര നല്ലതല്ല. പിന്നെ ഇവർ ആദ്യത്തെ കമ്മിറ്റിയിൽ രണ്ടാമത്തെ മൂന്നാമത്തെ കമ്മിറ്റി ആകുമ്പോഴത്തേനും ഞങ്ങൾ ആരും അറിയാണ്ട് 18 മൊബൈൽ ഫോൺസ് വാങ്ങിച്ചിരുന്നു കമ്മിറ്റി അംഗങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്കൊരു സാധനം തരുന്നുവെങ്കിൽ അത് ഞങ്ങൾ അറിയേണ്ടേ, ഇത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണോ എന്ന്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു മൊബൈൽ ഫോണിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ വേണമെങ്കിൽ ആ ഫോൺ മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പൊ ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ചത് തെറ്റ് എന്ന് ഞങ്ങൾ എല്ലാവരും ഉയർന്നു നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ടിനി ടോമിനെതിരെ ആരോപണം വന്നിരിക്കുന്നത്. ഈ ലക്ഷ്മിപ്രിയ, ടിനി ടോം, അങ്ങനെ ഇനി അടുത്ത ടാർഗറ്റ് ആരാണ് എന്നാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവർ എല്ലാവരും മോശക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഉണ്ണി ശിവപാൽ പോലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബലിയാടാക്കപ്പെട്ടത് തന്നെയാണ്. ഉണ്ണി ശിവപാലിനെ നമ്മൾ പുറത്താക്കുകയോ നീക്കി നിർത്തുകയോ അദ്ദേഹത്തിന്റെ അഭിപ്രായം അറിയാതിരിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറയട്ടെ. ഒരു മാസത്തേക്ക് ജനറൽ ബോഡി വരെ അദ്ദേഹം വരണ്ട എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ടിനി ടോം പിന്നെ നീന കുറുപ്പിനെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു, പിടിച്ചു മാറ്റി എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യത്തിന് രാത്രി 12 മണിക്ക് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹിസ്റ്റീരിയ ബാധിച്ച ഒരു സ്ത്രീയെ പോലെ ഉറഞ്ഞു തുള്ളിയത് നീന കുറുപ്പാണ്. നീന കുറുപ്പ് തെറി പറയുന്നതാണ്. എന്റെ ഒരു വോയിസ് ലീക്കായിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ വോയിസിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇന്നലെ കാപ്പൂ മാ ചാത്തുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് പറഞ്ഞത് ടിനി ടോം അല്ല, അത് നീന കുറുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം. ഈ നീന കുറുപ്പിനെ കെട്ടിപ്പിടിച്ച് ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. ഇതേ നീനാക്കുറിപ്പ് തന്നെ എനിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഇതേ നീനാക്കുറിപ്പ് തന്നെ പിന്നെ ഞങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാനും സിജോയ് വർഗീസ് എല്ലാം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം സിജോയ് വർഗീസിനെ എന്നെയും വളരെ മോശമായിട്ട് പിന്നെ നീനാക്കുറിപ്പ് തെറി കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് കേട്ട ആളുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ അൻസിബ ചാനലുകളിൽ പറയുന്ന പോലെ അവർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാത്തൊരു കാര്യത്തിന് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ കുടുംബസംഗമത്തിന് ഈ തലേദിവസം ഞങ്ങൾ വളരെ ഈ സ്ത്രീ കാരണം ഈ ഷോ മുടങ്ങി പോകുന്നതിന് ഞങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ പ്രഷർ ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് രാത്രി 2 മണിക്കോ 3 മണിക്കൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഉറങ്ങുന്നത്. പിറ്റേ ദിവസം ഇവർ മൂലം ഒരു പ്രശ്നം ഉണ്ടായി എന്ന വിചാരത്തിലാണ് ഞങ്ങൾ 17 പേര് മാത്രം അടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ ആ ഓഡിയോ സന്ദേശം അയക്കുന്നത്. ഇതിനെക്കാട്ടിലും മോശമായിട്ടുള്ള പല മെസ്സേജസും പല കാര്യങ്ങളും ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആരും ഇതുവരെ ഇതൊന്നും ലീക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സെക്രട്ടറി അയച്ച അതിന്റെ മറുപടി പോലും ഞാൻ ഇതുവരെ എന്റെ ഫോണിൽ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് കേട്ടിട്ടില്ല. പിറ്റേ ദിവസം മുതൽ എന്റെ മെസ്സേജ് ഞങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് പ്രചരിക്കാനായിട്ട് തുടങ്ങി. ഈ മെസ്സേജ് പ്രചരിച്ച് പോയി പോകുന്ന പോലെ പോട്ടെ, ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഞാനും സമാധാനിച്ചിരുന്നു. അതിനുശേഷമാണ് ഇവിടുത്തെ പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി വിത്ത് സെക്രട്ടറിയുടെ വോയിസ്. അതിനുശേഷമാണ് 9 ദിവസത്തിന് ശേഷമാണ് സെക്രട്ടറി ഒരു ഓൺലൈൻ മീറ്റിംഗ് വെക്കുന്നത്. ആ ഓൺലൈൻ മീറ്റിംഗിൽ ഇതിന് പിന്നിൽ നടന്ന കാര്യം എന്താണെങ്കിലും ഞാനത് പറയാനുണ്ടായ സാഹചര്യം എങ്ങനെയാണെങ്കിലും ഒരു മുതിർന്ന വ്യക്തിയോട് ഞാനത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് 2 തവണ ഞാൻ ആ മീറ്റിംഗിൽ സോറി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സെക്രട്ടറിക്ക് ഔദ്യോഗികമായിട്ട് അയച്ച കത്തിലും ഞാൻ അവർക്ക് സോറി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇവർക്ക് ആവശ്യം ഒരു ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഇവർ ആവശ്യം. പ്രസിഡന്റ് പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല, ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വേറൊരു വ്യക്തിയെ സ്റ്റേജിലേക്ക് വിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. നമുക്ക് അടുത്ത മീറ്റിംഗിൽ നമുക്ക് ആ കുട്ടിയും കൂടി കൊണ്ടുവരാം, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചറിയാം എന്ന് പറയുമ്പോൾ ഇവർ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും ഇവർ ഒരു പിന്നെ എൻക്വയറി ഡിസിപ്ലിനറി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോവുകയും ചെയ്തു. അമ്മയുടെ 95,000 രൂപയാണ് 3 ദിവസത്തെ വിസിറ്റിംഗിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പാവപ്പെട്ട മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്ത, ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈനീട്ടി മമ്മൂക്കയും ലാലേട്ടനെയും സുരേഷേട്ടനെയും ഒക്കെ കാണിച്ച് ഞങ്ങൾ പെട്ടിയിൽ സ്വരുക്കൂട്ടി വെക്കുന്ന പൈസയാണ് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 മീറ്റിംഗിലും ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് കത്തയച്ചപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഇന്ന ദിവസം വരെ ഞാൻ ഫ്രീ അല്ലാത്ത ദിവസം ഇവർ കമ്മിറ്റി വെച്ചിട്ട് ഇവർ എന്തിനാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ബാധ്യത ഉണ്ടാക്കി വെക്കുന്നത്? എന്നിട്ട് എന്തായി? അതിൽ ചെയർമാനായിട്ട് വെച്ച വ്യക്തി തന്നെ ഏറ്റവും വലിയ അലിഗേഷൻ വന്നിട്ട് ഇപ്പൊ അദ്ദേഹം മാറി നിൽക്കേണ്ട അവസ്ഥയും ഉണ്ടായി. പല വിവരങ്ങളും സെക്രട്ടറി സമയാസമയങ്ങളിൽ ഞങ്ങളെ അറിയിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ലക്ഷ്മിപ്രിയയുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഞാനൊരു കാര്യം പറയാം, ചുമ്മാ അൻസിബയ്ക്ക് വന്നിട്ട് തലയ്ക്ക് ഓളമൊന്നുമില്ല എടുത്ത് വെച്ച് പറയാം. ഇനി ലക്ഷ്മിപ്രിയ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ നീനാക്കുറുപ്പിനെ പൂരത്തെറിയും വിളിച്ച് ശാപിച്ച് പണ്ടാറടക്കിയ ഒരു വോയിസ് ഉണ്ട്. ഒരു 15 മിനിറ്റ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പലരും. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കേൾപ്പിക്കാനായിട്ട് ആ വോയിസ് ഒന്ന് കൊടുക്കുക. നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ എത്രത്തോളം ഈ ലക്ഷ്മിപ്രിയയുടെ ക്വാളിറ്റി ഉണ്ടെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളെ ശപിച്ച് പണ്ടാറടക്കി തെറിയും വിളിച്ച് മുണ്ടും പൊക്കി കാണിക്കുന്ന പോലത്തെ ഒരു വർത്തമാനം. അയ്യോ, ഞാനൊക്കെ എൻ്റെ ശത്രുക്കളെ പോലെ ഇത്രയും ശപിക്കില്ല. കാരണം നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചു തീർക്കുക, അല്ലെങ്കിൽ പൂരത്തെറി വിളിച്ചൊക്കെ ഒക്കെ അടിച്ചു തീർക്കുക. അല്ലാണ്ട് ഇത് ഈ ശാപവാക്ക് വിട്ട് ഇമാതിരി വർത്തമാനമൊന്നും പറയത്തില്ല. എന്തായാലും നമുക്ക് ആ വോയിസും കൂടി ഒന്ന് കേൾക്കാം. നീനാക്കുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെക്കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. ആ കൊച്ചിന് കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്?
നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങളെന്താ മാനത്തുനിന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെ ആണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീനാക്കുറുപ്പെ പറ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും. മനസ്സിലായോ? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരും നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മിപ്രിയയ്ക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാണ്. നീനാക്കുറിപ്പല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു കുണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഇത്രയും വലിയൊരു പ്ലാനറ്റിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകമെന്ന്. നിങ്ങൾ എന്താ ഭക്ഷണക്കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിലിടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം. മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേ കൂടെ വണ്ടി ഓടി തന്നെയാണ് നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നതെന്താ? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗാ വന്നത്? ഇത് എല്ലാരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്താ കണ്ടൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഞാനൊക്കെ അവരെ ഇഗ്നോർ ചെയ്തപ്പോ ഞാൻ ഓർത്തത് എന്നെ ആയിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിലെ ഞാൻ ഇവർ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്, അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ല എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നേ? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് നിങ്ങൾ എടുത്ത എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന്. എനിക്ക് ത്രോട്ട് സുഖമില്ല, ത്രോട്ട് പഴുത്തിരിക്കുകയാണ്. ഇത്ര ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടാണ് ഞാനൊക്കെ അവിടെ പ്രോഗ്രാമിന് നിന്നത്. അറിയോ നിങ്ങൾക്ക്? റോണി ചേട്ടനെ ഇന്നലെ രാത്രി 11:30 വിളിച്ച് എന്താ ഇനി എന്ത് മെഡിസിൻ അതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ് ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കേട്ടോ സ്ത്രീയെ? ഞാൻ എന്നിട്ട് നിങ്ങളെ ഇന്ന് വിളിച്ച് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ആ കുഞ്ഞ് കയറാത്തതിന് ആ കുഞ്ഞിനെ എല്ലാവരും ചീത്ത പറഞ്ഞു സ്റ്റേജിൽ കയറാന്നതിന്. നീ എന്തിനാ ലക്ഷ്മി അങ്ങനെ ചതിച്ചതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞപ്പം ആ കുഞ്ഞ് കരഞ്ഞോണ്ട് ഇന്ന് അത് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ടുതരാം. ആ കുഞ്ഞ് ഡ്രസ് ചെയ്ത് വന്ന കുട്ടിയാണ്. അതിനെ ഇവര് പിടിച്ചു വെച്ചു. ഈ സ്ത്രീക്ക് ആരാ ഇത്രയൊക്കെ ചെയ്തു? ഇവരെന്താ പോലീസോ? ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ്? ഇവരാരാ? എനിക്കൊന്ന് പറഞ്ഞോ നിങ്ങള്. ഇവര് നമ്മളെ പോലെ ഒരു മെമ്പർ മാത്രമല്ലേ ശ്വേത ചേച്ചി, കുക്കു ചേച്ചി? നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഇതാണ് നമ്മുടെ കുടുംബം. അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്. മനസ്സിലായാ? ഞാൻ എടുത്ത റിസ്ക് അത് ആരും എടുക്കാൻ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്. ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. നോക്കിക്കോടി. നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. നീ ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തോ ഇല്ല. മനസ്സിലായാ? നിനക്കുണ്ടല്ലോ ഒരു കാലത്തും നീനാക്കുറിപ്പെ ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്തി ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും.
ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഉണ്ടല്ലോ, കാണുന്നവരുണ്ടാവും. എന്റെ ആത്മാവെങ്കിലും കാണും അത്. നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നോക്കിക്കോ. ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തോ ഇല്ല. നീ ആരാ ഇവിടുത്തെ? നീ എന്താ ഞങ്ങളുടെ ആണുങ്ങളെല്ലാം നീ എന്തൊക്കെയായിരുന്നു കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അവരെ കയറ്റിയില്ല, ഇവരെ കയറ്റിയില്ല. എന്താ നിനക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? ഞങ്ങളെ തിരിവ് ആരോടും ഇല്ല. ഞങ്ങൾക്ക് ആരും വലുത് ഒരാൾ ചെറുതെന്നില്ല. ഞങ്ങൾ പണിയെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ പണിയെടുക്കുന്ന പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല, ഞാൻ എന്റെ പ്രോഗ്രാമിന് പ്ലാൻ ചെയ്ത പലരെയും കൊണ്ടുപോയത് എനിക്കറിയാം. പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ ബോൾഡായിട്ട് നിന്നോട് ഞങ്ങൾ ആ പ്രോഗ്രാമിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതും എനിക്കറിയാം. മനസ്സിലായാ? നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ? എന്ത് കിട്ടും നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. നിങ്ങൾ അറിഞ്ഞോ? കുറെ ശാപവും കുത്തുവാക്കുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതം മുഴുവനും അതായിരിക്കും. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നിങ്ങൾക്ക് എന്നോട് മാത്രമേ പ്രശ്നമുള്ളൂ ഞാൻ വിചാരിച്ചിരുന്നത്. എനർജീസ് തമ്മിൽ ചേരുന്നുണ്ടാവില്ല. ചിലരോട് നമ്മളോട് അവർ ഒരു ശത്രുതയും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചിലർ ശത്രുക്കളായിരിക്കും. നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതായിരിക്കും. എനിക്ക് നിങ്ങളോടൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെയായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്ത് കഴിവാ ഉള്ളത്? നിങ്ങൾ അതൊന്ന് പറ. ഈ ആൾക്കാരുടെ അടുത്ത് വഴക്കിടാനും അവരുടെ മേത്ത് കുതിര കയറാനും അവരെയൊക്കെ ചീത്ത പറയാനും അവരെ വെറുപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കഴിവുണ്ട്? നിങ്ങൾ ആരാ? വിശ്വോത്തര നടിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എങ്ങനെയാ ഈ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്? നിങ്ങൾ എടുത്ത ക്യാരക്ടേഴ്സ് ഒന്ന് എടുത്തെടുത്തെടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്. നിങ്ങൾക്ക് എന്തോ ഈശ്വര ഭാഗ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ വന്നു. നിങ്ങൾ ഇത്രയും വലിയ മഹത്തായ ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പറായി. അത്രേ ഉള്ളൂ നീനാക്കുറുപ്പ് മാഡം, അത്രേ ഉള്ളൂ. ആർക്കും ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വോത്തര നടിയായതുകൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല. നാക്ക് പോലും നിങ്ങൾക്ക് തിരിയില്ല. ചേമ്പ് പുഴുങ്ങിയത് വായിലിട്ടതുപോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്. പിന്നെ സൗന്ദര്യം, നിങ്ങളെക്കാട്ടിലും സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്റെ അമ്മയെ കണ്ടു നോക്കണം. മനസ്സിലായാ? എന്റെ അമ്മ എന്ത് സുന്ദരിയാണ് നിങ്ങളെക്കാട്ടിലും. എന്റെ അമ്മയുടെ പെരുമാറ്റം എന്ത് നല്ല പെരുമാറ്റമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രായത്തിനെ മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ. അല്ലാതെ മലയാള സിനിമയ്ക്കോ ഈ സമൂഹത്തിനോ, നമ്മളെ കൊണ്ട് സമൂഹത്തിനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവണം നീനാക്കുറുപ്പ് മാഡം. ഈ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്തായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇവിടെ 1000 പേരുണ്ട്. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അഭിനയിക്കാം. അല്ല, നിങ്ങൾ അഭിനയിച്ച് ബലിപ്പിച്ച എന്ത് ക്യാരക്ടറായി ഇവിടെ ഉള്ളേ? നിങ്ങൾ പറ. നിങ്ങൾ പിന്നെ എന്ത് വേഷം കെട്ടായി കാണിക്കുന്നത്? നിങ്ങൾ യങ് ആയിട്ടിരിക്കുന്നതോ? അത് നിങ്ങളുടെ മിടുക്ക്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതൊന്നും എന്നെ സംബന്ധിച്ച് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നര വീണ നരയിട്ട് നടക്കും, വണ്ണം വെച്ചാൽ വണ്ണം ഉള്ള പോലെ നടക്കും. അതൊന്നും എന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു എന്താ പറയാ എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണുന്നില്ല സൗന്ദര്യത്തിന്. സൗന്ദര്യം എന്ന് പറഞ്ഞൊരു ഘടകമേല. നമ്മുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. മനസ്സാണ് എല്ലാം. ആ മനസ്സ് നിങ്ങൾക്കില്ല. നിങ്ങളുടെ മനസ്സ് മൊത്തം വിഷം മാത്രമാണ്. മനസ്സിലായോ? വിഷം മാത്രമാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങളുണ്ടല്ലോ, ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾ ഗതി പിടിക്കൂല. ഇത് എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പരസ്യമായിട്ട് വന്നത്. ഇത് സ്റ്റേജിൽ മൈക്കെടുത്ത് പറയേണ്ട കാര്യമാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്നത്. നമ്മൾ 17 പേര് നിന്നു. ഇത് ഔട്ടായി പോണെങ്കിൽ ഔട്ടായി പൊക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത്? എന്ത് പ്രഷറാണ് ആൾക്കാർക്ക് കൊടുത്തത്? നിങ്ങൾ കാരണം രാത്രി 12:30 മീറ്റിംഗ് വിളിക്കേണ്ടി വരുന്നു. ഇവിടെ എന്താ പണിയെടുക്കുന്നവരായില്ലേ? കേറ്ററിംഗിന്റെ ആൾക്കാർ വരെ വന്നിട്ട് എന്താ മാഡം അവരിങ്ങനെ? അപ്പൊ പബ്ലിക്കാണ്. അവർക്ക് അമ്മയിൽ ഫുഡ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവര് പുറത്തുള്ളവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്ക്. അവര് പോലും നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇതാണോ നമ്മൾ കൊടുക്കേണ്ട സാമൂഹിക സന്ദേശം? ഇതാണോ? അമ്മ എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതിന്റെ റെപ്യൂട്ടേഷൻ മുഴുവനും കീപ്പ് ചെയ്യാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അവിടെ കിടന്ന് ചീത്ത പറയുമ്പോ അത് കണ്ടോണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും എടുത്ത് യൂട്യൂബ് വീഡിയോയിൽ ഇട്ടാണ്ടല്ലോ ഇപ്പൊ കിട്ടുന്ന സ്പോൺസേഴ്സിനെ പോലും കിട്ടില്ല. മനസ്സിലായോ? നമ്മള് ജോലി ചെയ്യുന്നത് പാവപ്പെട്ട അമ്മമാർക്ക് അന്നം മേടിക്കാനും പാവപ്പെട്ട അമ്മമാർക്ക് മരുന്ന് മേടിക്കാനുമാണ്. മനസ്സിലായോ? അവര് പിന്നെ ഉണ്ടാവില്ല. ആരെങ്കിലും എടുത്തിട്ട് ഇത്ര സംഘടനയ്ക്ക് എന്തിനാ കൊടുക്കണേന്ന് ചോദിക്കും. നിങ്ങൾ അതുപോലെ മറന്നുപോയി. നിങ്ങൾ എന്ത് പട്ടിഷ് നിങ്ങളുടെ കുടുംബത്തേക്ക് വലിഞ്ഞു കയറി വന്നവരായിരുന്നോ ഞങ്ങള്? നിങ്ങൾ എന്താ കിടന്ന് കാണിച്ചേ? നിങ്ങൾ എന്തൊക്കെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്? സ്വയം വിലയിരുത്തുക വേണമെങ്കിൽ. എന്താണെങ്കിലും എന്റെ എല്ലാ പ്രതിഷേധവും ഞാൻ ഇവിടെ EC മെമ്പർമാരെ മൊത്തം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് ഇത് മൊത്തം അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടാണ് രാവിലെ ഇന്ന് കണ്ണു തുറന്നത്. അപ്പോഴാണ് എനിക്ക് ഇതും കൂടെ കിട്ടുന്നത്. കേട്ടോ, നിങ്ങൾ ശരിയല്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ നാക്കിനെ അടക്കണം, നിങ്ങളുടെ പെരുമാറ്റത്തിനെ അടക്കണം. എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ട് ഞാനത് വ്യക്തിപരമായിട്ടാണ് പരിഹരിക്കാൻ ആഗ്രഹിച്ചത്. അത് എന്റെ തികച്ചും വ്യക്തിപരമാണ്. അത് ECയിൽ ഇടാനോ മറ്റുള്ളവരെ അറിയിക്കാനോ ഞാൻ മുതിർന്നിട്ടില്ല. ഇപ്പോഴും ആ കുഞ്ഞിനോട് എനിക്ക് ഒരു ശത്രുതയില്ല. അത് കഴിഞ്ഞു, അത് പോയി. ജീവിതമല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അതല്ല.
ഇത് വ്യക്തിപരമല്ല നിങ്ങൾ ഈ ചെയ്യുന്നത്. നിങ്ങളൊരു സാമൂഹിക വിപത്തായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സമൂഹത്തിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ശരിയല്ല. ഇതിനുള്ള നടപടി എന്താന്ന് വെച്ചാൽ ഉണ്ടായിക്കോണം. അല്ലെ നടപടി എടുത്തില്ലല്ലോ എനിക്ക് ഒന്നുമില്ല, എനിക്കൊരു ചുക്കുമില്ല. പിന്നെ പ്രോഗ്രാംസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന്റെ പ്രശ്നം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷൻ വരാം. അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പം നിങ്ങൾ എന്തു വേണം? ആ പ്രോഗ്രാമിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഈ കുട്ടിയെ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വിടാനായിട്ട് പറ്റും എന്ന് വന്ന് ചോദിക്കണം. നിങ്ങളുടെ മുന്നിൽ കൂടെ ഞാൻ നടന്നതല്ലേ, പല പ്രാവശ്യം നടന്നതല്ലേ, പല കാര്യങ്ങൾക്കും നിങ്ങൾ എന്നെ കാണാതൊന്നും ഇരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ എന്റെ, നിങ്ങൾക്ക് എന്നെ വിളിക്കായിരുന്നല്ലോ. നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ആരെയാ നന്നാക്കാൻ ശ്രമിക്കുന്ന? ആരെയാ നിങ്ങൾ ഈ ഷോ നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അമ്മ സംഘടന നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അതോ നിങ്ങളെ തന്നെ നന്നാക്കാനാണോ? ആരെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരു സ്റ്റേജിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാ. ഇപ്പോഴും ഉണ്ടല്ലോ 2.5 മണിക്കൂറുള്ള നാടകം. നിങ്ങൾ തൂങ്ങിച്ചാത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തലകുത്തി നിന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 2.5 മണിക്കൂറുള്ള നാടകം ലൈവായിട്ട് 10,000-കണക്കിന് കാണികളുടെ മുന്നിൽ ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് ഇന്നും. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിറയാണ്. ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നതിനെക്കാളും വിറയാണ്. സ്റ്റേജിനുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. മനസ്സിലായ? ഒരു സ്റ്റേജിൽ ഒരു പ്രോപ്പർട്ടി എത്തിയില്ലെങ്കിൽ, സ്റ്റേജിൽ ഒരു സമയത്തിനൊരു കാര്യം വന്നില്ലെങ്കിൽ നമുക്കുണ്ടാകും. ഇന്നലെ ഒരു പാട്ട് ഇച്ചിരി സമയമെടുത്തപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. നമ്മളോർക്ക് നമ്മുടെ ഹൃദയം ഇപ്പം നിന്ന് നമ്മൾ ചത്തുപോകുന്നു നമുക്ക് തോന്നും. മനസ്സിലായ? അതാണ് സ്റ്റേജുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. അപ്പോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഇത്ര സമയത്തിനുള്ളിൽ ഈ കുട്ടിയെ വിട്ടുതരാൻ പറ്റില്ലെങ്കിൽ ലക്ഷ്മി ഐ എം റിയലി സോറി, ഞാൻ ഈ കുട്ടീനെ വിടാൻ എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് പകരത്തിനൊരു സംവിധാനം ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങൾ എന്നോട് ചോദിച്ചോ? പറഞ്ഞോ? സ്റ്റേജിൽ കയറുമ്പോഴാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ഇല്ലാന്ന് നമ്മൾ അറിയുന്നത്. എന്നിട്ട് എന്താ ഞങ്ങളുടെ പ്രോഗ്രാമിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ഞാൻ വിശ്വോത്തര നർത്തകിമാരെ കൊണ്ടല്ല പെർഫോമൻസ് ചെയ്യിപ്പിച്ചത്. ഞാൻ എന്റെ അമ്മമാരെ കൊണ്ടാ ചെയ്യിച്ചത്. കിഡ്നി സർജറി ചെയ്തിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ വിചിത്ര ആന്റി. ആ അമ്മയെ സ്റ്റേജിൽ കയറ്റാൻ എനിക്ക് പറ്റി. മുട്ട് സർജറി 2 മുട്ട് മാറ്റിവെച്ച ദീപിക ആന്റി, 80 വയസ്സിന് മേലുള്ള ഒരു കൃഷ്ണൻ, 10-68 വയസ്സായ ശിവൻ, ഇവരെയൊക്കെ കൊണ്ടുവരാൻ എനിക്ക് പറ്റി. 1.25 ദിവസം കൊണ്ടാണ് ഞങ്ങൾ അത് പഠിച്ചത്. मेरी माँ जिनकी उम्र 70 साल से ऊपर हो गई है, इस स्टिरअप पुलर की वजह से मुझसे भी तेज चलने लगी है. 1.25 ദിവസം കൊണ്ടാണ് ഞങ്ങൾ അത് പഠിച്ചത്. മനസ്സിലായ? സ്റ്റേജ് കയറിയപ്പോ അവരനുഭവിച്ചൊരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് എനിക്ക് അനുഗ്രഹമായിട്ട് വരുന്നത്. ആ സന്തോഷം ഞാൻ നല്ലപോലെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും എന്റെ മനസ്സ് നിറഞ്ഞായിരിക്കുന്നത്. ആ മനസ്സ് നിറഞ്ഞു തന്നെ നിങ്ങളെ ഞാൻ ശപിക്കുകയും ചെയ്യാം. ഒരാളോടും ചെയ്യരുത് ഇങ്ങനെയൊന്നും. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി. നിങ്ങൾ എല്ലാരോടും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ലോകത്തോട് മുഴുവനും വെറുപ്പാണ്, വിദ്വേഷം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. സ്ത്രീകളോട് മാത്രമാണ് വെറുപ്പെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പുരുഷന്മാരോടും വെറുപ്പാണ്. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള സകലതിനോടും വെറുപ്പാണ്, പുച്ഛമാണ്. നിങ്ങളുടെ സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്കില്ലാത്തത് ഞങ്ങൾക്കുള്ളതുമായിട്ടൊരു സാധനമുണ്ട്, വിവേക ബുദ്ധി. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ ആരുടെ മുന്നിലാ നിൽക്കുന്നത്, ഏത് സദസ്സിലാ നിൽക്കുന്നത് എന്ന്. നിങ്ങൾ ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം പാടുപെട്ടു. കാണിച്ചത് ചെറ്റത്തരായിപ്പോയി, തെമ്മാടിത്തരായിപ്പോയി കേട്ടോ. ലക്ഷ്മി, ഇപ്പൊ എനിക്കിത് പറയാതെ വയ്യ. ഈ സംസാരിച്ചത് വളരെ 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 മോശമാണ്. നടപടി എടുക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ലക്ഷ്മി ഇപ്പൊ പറഞ്ഞതെല്ലാം അമ്മയ്ക്ക് ചേരാത്തതാണ്. മറ്റ് സൈഡിൽ എന്തുണ്ടായി എന്നുണ്ടെങ്കിൽ ഒരു പരാതിയാണ് എഴുതി തരേണ്ടത്, അല്ലെങ്കിൽ പരാതി. അത് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഇത് ഇപ്പോ ലക്ഷ്മിയാണ് മറ്റു 16 പേരെയും മോശമാക്കിയത്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അമ്മയിലെ ഒരാളും എന്ത് എതിരഭിപ്രായമുണ്ടെങ്കിലും ഈസിയിൽ കൊണ്ടുവരാം, നേരിട്ട് പറയാം. ദിസ് ഇസ് നോട്ട് ദ വേ an അമ്മ മെമ്പർ ഷുഡ് ബിഹേവ്. ഒരു പ്രോഗ്രാമിൽ നടന്ന എന്ത് ഇഷ്യൂ ആണെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇത് തെറ്റ് തന്നെയാണ്. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ലക്ഷ്മിക്ക് വികാരങ്ങൾ ഉണ്ടാവാം, ദേഷ്യമുണ്ടാവാം, എതിർപ്പുണ്ടാവാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. ആര് തെറ്റ് ചെയ്തു, ആര് ശരി ചെയ്തു എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാം. ആരാണെങ്കിലും ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ, ഇതുപോലെയുള്ള സംസാരം, അത് സംസാരിക്കുന്നവരെയാണ് പുറത്ത് കാണിക്കുന്നത്. പ്ലീസ് ഇങ്ങനെ സംസാരിക്കരുത്. ഇതല്ല അമ്മ. ഓക്കെ, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പറ. ഈ ലക്ഷ്മിപ്രിയൊക്കെ വന്നിരുന്ന് മെഴുകുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞാണ് വരുന്നത്. സത്യം പറയാമല്ലോ, എൻ്റെ ഒരു ഒപ്പീനിയനിൽ
ഈ ടിനി ടോമിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇനി ഇതിട്ട് തെന്നി കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒരാളല്ല, ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് സത്യമല്ല, ടിനി ടോമിൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഓക്കെ, നമ്മളപ്പോൾ ടിനി ടോമിൻ്റെയോടൊപ്പം നിൽക്കുക. പിന്നെ ടിനിയേട്ടൻ്റെ മോൻ കിടന്ന് കച്ചറ പരിപാടി ഉണ്ടാക്കി, അതിനൊന്നും ഒരു കുന്തോ ഇല്ല. എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പുറത്തു വരട്ടെ. ടിനി ടോമൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പെണ്ണിനെ അവൾക്ക് അവിഹിതം എന്ന് പറഞ്ഞുണ്ടാക്കുന്നു, ജിഹാദി ആക്കുന്നു. അത് മറ്റേ ഉഷ ചേച്ചി അതുപോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ഥിരം പരിപാടിയാണ്. ഈ സംഘടന സത്യം പറഞ്ഞാൽ ഫ്ലോപ്പായി. ലാലേട്ടനൊക്കെ ഇരുന്ന സമയത്ത് വീണ്ടും കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവരുടെയൊക്കെ കയ്യിലെത്തിയപ്പോൾ മൊത്തം തൊലഞ്ഞ് തരിപ്പണായി നാറാണത്തായി കുത്തുവാളെടുത്തെന്ന് തന്നെ പറയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ലക്ഷ്മിപ്രിയ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. കേട്ടിട്ടേ ഒരുമാതിരി തള്ളി മറിച്ചിരുന്ന് വീണ്ടും ബ്രാവുന്ന പോലെ ഇരിക്കുന്നുണ്ട്. പുതിയൊരു വീഡിയോ